ഞങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് ഭാവിയിൽ CPM-നകത്ത് ഉള്ള ഒരു ടവറിംഗ് ഫിഗർ എന്ന് പറയുന്ന ആള് റിയാസാണ്. അപ്പൊ അതുകൊണ്ട് റിയാസ് നശിച്ചു പോയത്, റിയാസ് അവിടെ നിലനിൽക്കണം എന്ന് ആഗ്രഹിച്ചതുകൊണ്ടാണ് റിയാസ് നമുക്ക് തീരുമാനിക്കാം. തീർച്ചയായിട്ടും CPM-ന് ഇത്രയും മന്ത്രിമാര് തോക്കുന്നത്. BJP-യുടെ ആൾക്കാർക്കെതിരായിട്ട് ആരോപണം വന്നിട്ടില്ലേ? അമിത്ഷായെ പിടിച്ച് എത്ര ദിവസം ജയിലിലിട്ടു വന്നേ? അമിത്ഷാ 150 ദിവസം പിടിച്ച് ജയിലിലിട്ടില്ലേ? നരേന്ദ്രമോദിജി എത്ര തവണ വിളിച്ച് ഗുജറാത്തിന് ചിദംബരത്ത് കിടന്നു അല്ലെ പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞു ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ നരേന്ദ്രമോദിക്കെതിരായിട്ട് അദ്ദേഹത്തെ പോലെ വേട്ടയാടി ഏത് രാഷ്ട്രീയക്കാരനാണ് ഇന്ത്യയിലുള്ളത്? കേരളത്തിലെ BJP-യുടെ അടുത്ത ഒരു സ്ട്രാറ്റജി എന്തായിരിക്കും? BJP-യുടെ വരത്ത് സാധ്യത എന്താണ്? അല്ല, തീർച്ചയായിട്ടും അടുത്ത പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഞങ്ങളുടെ മുമ്പിലുള്ള വലിയ ലക്ഷ്യമെന്ന് പറയുന്നത്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനകത്തേക്ക് ഈ പറയുന്ന പോലെ ഒരു 2 അക്ക MP-മാരെയെങ്കിലും ജയിപ്പിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് രാഷ്ട്രീയത്തിനെ കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. പക്ഷേ യുവാക്കൾക്ക് വേണ്ടത്ര പരിഗണന BJP-ക്കകത്ത് വരുന്നില്ലെന്നുള്ള പരാതി. അല്ല, അങ്ങനെയൊന്നും പറയാൻ വേണ്ടിയിട്ട് കഴിയില്ല. എല്ലാ കാലഘട്ടത്തിലും യുവാക്കളും ഇപ്പോൾ അനൂപ് ആന്റണി യുവാവല്ലേ, അദ്ദേഹത്തിന് സ്വാഭാവികമാണ് പാർട്ടിയുടെ തലപ്പത്തേക്ക്. തീർച്ചയായിട്ടും ഇപ്പോൾ എനിക്ക് മത്സരിക്കാൻ സീറ്റ് ലഭിച്ചു. പാർലമെന്റ് രംഗം മാത്രമല്ല, സംഘടനാ രംഗത്ത് തന്നെ ആ വിചാരിക്കുന്ന തരത്തിലേക്ക് പാർട്ടിയെ ഒന്നുകൂടെ സജീവമാക്കാൻ, വൈബ്രൻ്റ് ആക്കാൻ പറ്റുന്നത് ഇപ്പം യുവരാജിനെ പോലെയുള്ള ആളുകളുണ്ട്, നിരവധി ആളുകളുണ്ട്. സ്വാഭാവികമായിട്ട് അവർക്കൊക്കെ ആ ഒരു അവസ്ഥയിലേക്ക് വരാൻ കഴിയുന്നില്ല. ഏകപക്ഷീയമായ ചില തീരുമാനങ്ങൾ വരുന്നു. ഇപ്പോൾ തന്നെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെയൊക്കെ വ്യാപകമായ പരാതി വന്നു ഇലക്ഷൻ പരാജയപ്പെട്ടതിന് ശേഷം. പരാതി ആരോപണങ്ങളൊക്കെ എല്ലാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും പലർക്കെതിരെ ഉണ്ടാകുന്നതാണ്. അതിനകത്തൊന്നും വിലയിരുന്നില്ല. യുവാക്കൾക്ക് ആവശ്യത്തിന് അവസരങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന്, തീർച്ചയായിട്ടും എല്ലാവർക്കും അവസരം ലഭിക്കുന്നുണ്ടെന്ന് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന മൂങ്ങൾ മാത്രമായിരിക്കണമെന്നില്ല, അല്ലാത്ത മൂങ്ങൾ ഒരുപാട് ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് എല്ലാവർക്കും അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് അവസരങ്ങൾ ലഭിക്കുന്നതെന്ന് മാത്രമേ. രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷമാണ് 3 സീറ്റിലേക്ക് നമുക്ക് വരാൻ കഴിഞ്ഞത്. അതുവരെ നമ്മൾ ഒറ്റ സീറ്റിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നഷ്ടപ്പെട്ടു. അദ്ദേഹം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ അപ്പർ ഹാൻഡ് വരേണ്ടതായിരുന്നു. നിയമസഭാ കക്ഷി നേതാവായിട്ട് അദ്ദേഹത്തിന് തിരഞ്ഞെടുക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ ഒരു ടഗ് ഓഫ് വാർ വന്നു. മറ്റു പാർട്ടികൾ ഇല്ലെന്ന് ചോദിച്ചാൽ ഉണ്ട്. ഞാൻ പറയുന്നത് BJP-യുടെ കാര്യമാണ്. അപ്പോൾ ടഗ് ഓഫ് വാർ വന്നു. സ്വാഭാവികമായിട്ടും അദ്ദേഹം അല്ലേ നിയമസഭാ കക്ഷി നേതാവായിട്ട് വരേണ്ടിയിരുന്നത്. അല്ല, ഈ ടഗ് ഓഫ് വാർ എന്നൊക്കെ പറയുന്നത് മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു നറേറ്റീവ് ആണെന്ന് മാത്രമേ എനിക്ക് അതിനകത്ത് ഒരു അഭിപ്രായമുള്ളൂ. കാരണം ഇപ്പോൾ അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ്. മുരളീധരൻ എന്ന് പറയുന്ന ആൾ ഒരു പക്ഷേ ദേശീയ തലത്തിൽ വലിയ ചുമതലകളിൽ ഇരിക്കേണ്ട ആളാണ്. ചിലപ്പോൾ ഇനിയും നാളെ ഇരിക്കുമായിരുന്നു. നമുക്കറിയില്ലല്ലോ പാർട്ടിയുടെ പോളിസി എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ പാർട്ടി എന്താണ് എടുത്തിരിക്കുന്ന തീരുമാനം എന്നുള്ളതിനെ കുറിച്ചിട്ട്. ചിലപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു പദവി മറ്റൊരിടത്തുണ്ടായിരിക്കാം. ഗോപകുമാർ സാർ അത്ര മോശമാണെന്നല്ലോ. അദ്ദേഹം ഒരു ഹെഡ് മാസ്റ്ററായിട്ട് റിട്ടയർ ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ മുരളിയേട്ടൻ തന്നെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് സീനിയേഴ്സ് ഉള്ള സമയത്ത് തന്നെ മുരളിയേട്ടൻ MP ആയിട്ടുണ്ട്, മുരളിയേട്ടൻ മന്ത്രിയായിട്ടുണ്ട്. അതും പാർലമെൻ്ററി കാര്യം പോലെയുള്ള ഇന്ത്യയിലുള്ള മുഴുവൻ മന്ത്രിമാരുടെയും കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റുന്ന തലത്തിലുള്ളൊരു മന്ത്രി തന്നെ ആയിട്ടുണ്ട്. അദ്ദേഹത്തെക്കാൾ സീനിയറായിട്ടുള്ള എത്രയോ പേരുണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്നും കാര്യമില്ല. BJP-യെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിതിൻ നബീൻജി പാർട്ടിയുടെ ദേശീയ പ്രസിഡൻ്റായിട്ട് വന്നു. ഇതിനു മുമ്പ് അദ്ദേഹത്തെ എത്ര പേർക്ക് അറിയാം? ഇത്തവണ പിന്നെ LDF-ഉമായിട്ട് ഒരു ടൈപ്പ് ഉണ്ടായിരുന്നൊരു ആരോപണമുണ്ട്. ഇപ്പം ഈ കോർപ്പറേഷനിലെ സുഗതനെ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അത് പോലീസിൻ്റേതായ ഒരു നടപടിയില്ല. അതിനകത്ത് ഇപ്പോൾ CPM-ൻ്റെ ഒരു നിലപാടാണ് എന്ന് പറയുന്നതിനോട് എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട്? അല്ല, അവിടെ ഇരിക്കുന്ന സർക്കിൾ ഇൻസ്പെക്ടർ SHO വിപിൻ എന്ന് പറയുന്നയാൾ, അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ ഒരു കയ്യാളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷേ അത് കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചല്ല അല്ല, കോടതി അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഇല്ലല്ലോ, കോടതിയിൽ അദ്ദേഹം പോയിട്ട് 14 ദിവസത്തേക്ക് അറസ്റ്റ് ചെയ്യരുത് എന്നുള്ള, അദ്ദേഹത്തിന് ശാരീരികമായ പ്രശ്നം ഉണ്ടാകും, അറസ്റ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തീരുന്നതിൻ്റെ തലേ ദിവസം അദ്ദേഹം വീണ്ടും കോടതിയിൽ പോയിട്ട് 3 ദിവസത്തേക്കും കൂടി അദ്ദേഹം അവധി മേടിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു. അതായത് കോടതിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ അത് കോടതിയിൽ നിന്നൊരു വിധി വരുന്നതിന് മുൻപ് ഇത്ര തിടുക്കപ്പെട്ട് കയറിയിട്ട് വീട് വളയുക, ആകാശത്തേക്ക് വെടിവെക്കുക, അറസ്റ്റിന് വഴങ്ങാത്തത് കൊണ്ടല്ലേ? ഭയപ്പെടേണ്ട കാലം. അദ്ദേഹം ജനപ്രതിനിധിയാണ്, കോർപ്പറേഷൻ കൗൺസിലറാണ്. സ്വാഭാവികമായിട്ട് പോലീസിൻ്റെ ഒരു നടപടി ഉണ്ടായാൽ അതിനോട് വഴങ്ങി കൊടുക്കുക എന്നുള്ളതല്ലേ ബാക്കി നിയമപരമായ വഴികളുണ്ട്. അതിന് പകരം ആളുകളെ വിളിച്ചു കൂട്ടി ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ള ഒരു എന്ത് ഭീകരാന്തരീക്ഷമാണ്? ഞാനൊരു കാര്യം ചോദിക്കാം. ഞാനൊരു കാര്യം പറയട്ടെ. അദ്ദേഹത്തിൻ്റെ പേരിൽ കുറച്ച് നാളായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കേസുകളെന്ന് പറയുന്നത് ഒട്ടുമുക്കാല് രാഷ്ട്രീയമായിട്ടുള്ള വിഷയങ്ങളാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും തരുന്നുണ്ട്. ഇപ്പോൾ VK പ്രശാന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം ഒരു സ്ഥലത്ത് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിനെ തടയാൻ ശ്രമിച്ച ഒരു കേസ്, അതിനെ ഒരു കേസായിട്ട് എടുത്തിട്ട് ഇദ്ദേഹത്തിൻ്റെ പേരിൽ നേരത്തെ ക്രിമിനൽ കേസുകളുണ്ടായിരുന്നു. വീണ്ടും ഇദ്ദേഹം കേസിൽ പ്രതിയായി. അത് 1 വർഷം 4 കേസിൽ പ്രതിയാണ്. അതിനകത്തേക്ക് അതിനെ ക്രിമിനലായിട്ട് കാപ്പ ലിസ്റ്റിൽ ഇപ്പോൾ വരുന്നതാണ്. അതൊക്കെ നേരത്തെ അങ്ങനെ ഇല്ല, കാപ്പയിലില്ലല്ലോ. ഇപ്പോഴാണ് അതിന് കൊണ്ടുവരുന്നത്. എങ്ങനെയാണ് കൊണ്ടുവരുന്നതെന്നാണ് പറയുന്നത്. അതായത് 1 വർഷം 4 കേസിൽ എന്തോ പ്രതിയാണ്.
കോടതിയിൽ നിൽക്കില്ലല്ലോ, കോടതിയിൽ നിൽക്കില്ല. ഇത് കോടതിയിലേക്ക് പോകുന്നതല്ലേ ഉള്ളൂ ഈ സാധനം. കോടതിയിൽ അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇത് കോടതിയിൽ നിൽക്കില്ല എന്നറിയാമെന്നുള്ളത് കൊണ്ടാണല്ലോ ഈ തരത്തിൽ കേസിനെ ഫ്രെയിം ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ പ്രവർത്തകർ കഴിഞ്ഞ ഒരു മാസം ഇദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ഈ പറയുന്ന വട്ടിയൂർക്കാവ് SHOയെ കാണുമ്പോൾ അദ്ദേഹം തിരിച്ചു പറയുന്നതാണ്, ചൂണ്ടയിടാൻ പോയിട്ടുണ്ടോ? അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമാണ്, ചൂണ്ടയിടാൻ പോയിട്ടുണ്ടോ? അപ്പോൾ ഇവർക്ക് മനസ്സിലായില്ല എന്താണ് വാളയെ പിടിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ എന്നൊക്കെ ചോദിക്കണം. ഈ വാളയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൂണ്ട ഇട്ടാൽ പെട്ടെന്ന് കൊത്തിയിട്ട് വലിക്കില്ല, ഇതും കൊണ്ട് കുറച്ച് ദൂരം ഓടും. അതേപോലെ ഞാൻ ഇദ്ദേഹത്തെ ആരെ സുഗതനെ ഓടാൻ വിട്ടിരിക്കുകയാണെന്നാണ് ഈ CI പറയുന്നത്. അപ്പോൾ ഇത് കുറച്ച് നാളായിട്ട് ഈ പ്രശ്നങ്ങൾ പ്രവർത്തകരോട് പറഞ്ഞാലേ അത് അവർ വളരെ ഇന്നത്തെ പത്രത്തിൽ, ജന്മഭൂമി പത്രത്തിൽ ഒരു സാധനമുണ്ട്. അപ്പോൾ ഇത് അകത്ത് നടക്കുന്ന ഒരു ഇന്റേണൽ ഇഷ്യൂ ആണ്. ഈ പറയുന്ന പർട്ടിക്കുലർ CIയും ഈ പറയുന്ന വ്യക്തിയും സുഗതൻ ചേട്ടനും ബാക്കിയുള്ളവരുമായിട്ട് കുറച്ച് നാളായിട്ട് അവിടെ നിൽക്കുന്ന ഒരു ഇഷ്യൂ ആണ്. നമുക്കറിയാലോ വട്ടിയൂർക്കാവ് സ്റ്റേഷൻ അദ്ദേഹം വഴങ്ങണമായിരുന്നു എന്നുള്ളതായിരുന്നില്ല. അല്ല, വഴങ്ങണമായിരുന്നു എന്ന് ചോദിച്ചു. അല്ല ശരി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ ശരി അങ്ങ് പറഞ്ഞു വഴങ്ങണമായിരുന്നു എന്ന് പറഞ്ഞു. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന ഒരു മനുഷ്യന്റെ മകളെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ED വരുന്ന സമയത്ത് ഇവിടുത്തെ CPM എങ്ങനെ ഇവിടെ ആരും പാർട്ടിക്കാർ അംഗീകരിച്ചില്ല. ഏത് പാർട്ടിക്കാരാ തള്ളി പറഞ്ഞേ? ഒരാളും തള്ളി പറയുന്നില്ല. ഇവിടെ നമ്മുടെ സ്വരാജ് വരെ പറഞ്ഞത് കാവ്യാത്മകമായി മണ്ടത്തരം പറയുന്ന ഒരാളാണ് അദ്ദേഹം വരെ പറഞ്ഞത് എന്താണ്, അത് സ്വാഭാവികമായ പ്രതികരണത്തിന്റെ തീവ്രതയിൽ സംഭവിച്ചു പോയ ഒരു റിയാക്ഷൻ ആണെന്നൊക്കെയാണ് പറഞ്ഞത്. അല്ല, ഇതാണ് അവർ പറയുന്നത്. MA ബേബി എന്താ പറയുന്നത്? MA ബേബി വരെ പ്രതിഷേധിക്കാൻ പോയില്ലേ ഡൽഹിയിൽ? പാർട്ടി സെക്രട്ടറി ആയിരുന്നു MA ബേബി വരെ. UDF ഉന്നയിച്ച ഒരു ആക്ഷേപത്തിനകത്തുണ്ട്. അതായത് കഴിഞ്ഞ ഈ കേസ് എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് നിൽക്കുന്ന കേസാണ്. കഴിഞ്ഞ 10 വർഷവും പിണറായി വിജയനെയും മകളെയും സംരക്ഷിച്ച് നടത്തിയത് BJP ആണ്. എന്നിട്ട് ഈ തെരഞ്ഞെടുപ്പ് അവലോകനങ്ങളിൽ ഈ വലിയ കനത്ത പരാജയം ഉണ്ടായ തെരഞ്ഞെടുപ്പ് അവലോകനങ്ങളിൽ പിണറായി വിജയനെ കടന്നാക്രമിക്കുന്ന രീതിയിലായിരുന്നു ഏരിയ കമ്മിറ്റികളിൽ നിന്ന് പോലും വന്നുകൊണ്ട്. അദ്ദേഹം MLA ആയിരിക്കാൻ പാടില്ല, അദ്ദേഹം മാറി നിൽക്കണം, അദ്ദേഹം പരാജയം. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തെ രക്ഷിച്ചെടുക്കാൻ BJPയുടെ തന്നെ ഒരു അജണ്ടയായിരുന്നു EDയെ വിട്ടുകൊണ്ടുള്ള ഈ കളിയെന്നും അദ്ദേഹം ഇപ്പം സർവ്വസമ്മതനായ നേതാവാവുകയും അദ്ദേഹം പ്രതിപക്ഷ നേതാവെ അംഗീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾ അവസാനിക്കുകയും ചെയ്യുന്നുള്ളതാണ്. അതൊരു വലിയ ആരോപണം കൊണ്ടുവന്നിട്ടുണ്ട്. CPM-നകത്ത് പിണറായി വിജയൻ ആരോപണം നേരിടുന്നുണ്ടോ, CPM-നകത്ത് പിണറായി വിജയൻ ആക്രമണം നേരിടുന്നുണ്ടോ എന്ന് നോക്കിയിട്ടല്ലല്ലോ ED. കോടതിയുമായി ബന്ധപ്പെട്ടിട്ട് അതിനകത്തൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. ആ ബ്ലോക്ക് മാറിയ സമയത്ത് അവിടെ ഒരു EDയുടെ ഭാഗത്ത് നടപടികളിലേക്ക് പോയി. ഒരിക്കലും ഇല്ല, അങ്ങനത്തെ വിഷയങ്ങളൊന്നും അങ്ങനെയൊക്കെ പറയാം. പക്ഷെ അങ്ങനത്തെ വിഷയങ്ങളൊന്നും അവിടെ ഇല്ല. കാരണം EDയുമായി ബന്ധപ്പെട്ടിട്ട് കോടതിയുടേതായിട്ടുള്ളൊരു നിരീക്ഷണം ഉണ്ടായിരുന്നു. ആ നിരീക്ഷണം എന്ന് പറയുന്നത് ആ തുടർ നടപടികൾ മുമ്പോട്ട് പോകുന്നതിനകത്തൊരു തടസ്സം ഉണ്ടായിരുന്നു. ആ തടസ്സം മാറി കിട്ടി, സ്വാഭാവികമായിട്ട് ED അവരുടെ തുടർ നടപടികൾ UDF അധികാരത്തിൽ വന്നു. നമ്മുടെ നാട് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ വിഷയം എനിക്ക് തോന്നുന്നത് അതിൽ ഗോകുലും ആ ഓപ്പറേഷൻ തൂഫാനെ പരസ്യമായിട്ട് അംഗീകരിക്കുകയും അതിന് അനുകൂലമായിട്ട് പോസ്റ്റ് ആളാണ്. കാരണം നമ്മുടെ ഗവൺമെൻറ്റുകളിൽ ഒക്കെ കൈവയ്ക്കാൻ മടിച്ചൊരു മേഖലയാണ് ഈ മയക്കുമരുന്ന് മേഖല. പണ്ട് കഴിഞ്ഞ UDF ഗവൺമെൻറ് കാലത്ത്, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ ശ്രീ രമേശ് ചെന്നിത്തല ഓപ്പറേഷൻ കുബേരയൊക്കെ നടത്തിയിട്ട് അന്ന് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും, സാധാരണക്കാർക്ക് വലിയ സമാധാനം നൽകിയ ഒരു നടപടിയായിരുന്നു. അതിന് സമാനമായതാണ് ഈ ഓപ്പറേഷൻ തൂഫാൻ. ഈ ഓപ്പറേഷൻ തൂഫാനൊക്കെ രാഷ്ട്രീയത്തിന് അതീതമായ സപ്പോർട്ട് സംഘടനാപരമായിട്ടും കൊടുക്കൂ. അല്ല, സംഘടനാപരമായി കൊടുക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഘടനാപരമായി കൊടുക്കുന്നതിനകത്ത് വേറെ ബുദ്ധിമുട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നാട്ടിൽ ലഹരി അവസാനിക്കുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ആവശ്യമാണ്. അതിപ്പോൾ രാഷ്ട്രീയമായിട്ട് ചിന്തിക്കാതിരിക്കുക എന്നുള്ളതല്ല, ഇപ്പോൾ എൻ്റെ അങ്ങയുടെ ആവശ്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ ബാഗിൽ നിന്ന് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ ബാഗിൽ നിന്ന് ഈ ഇടക്കാലത്തല്ലേ പേരൂർക്കടയിൽ ഒരു പോലീസുകാരൻ്റെ മകള് 9 വയസ്സുള്ള 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ആത്മഹത്യ ചെയ്യുമ്പോൾ ആ കുട്ടി 2 തവണ എന്തോ അബോർട്ട് ചെയ്തിട്ടുണ്ട്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി 2 തവണ അബോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന 6ാം ക്ലാസ് മുതൽ ഈ കുട്ടി ഇത് ഉപയോഗിക്കുന്നുണ്ട്. മാതാപിതാക്കൾ അറിഞ്ഞില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് ഇത് അവസാനിക്കുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ആവശ്യമാണെന്ന്. ഇപ്പം ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് എറണാകുളത്ത് പോയിട്ട് രാത്രിയായി, ഒരുപാട് ലേറ്റായി ഇറങ്ങിയിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ കറങ്ങി വരുന്ന സമയത്ത് ഒരിടത്ത് ആൾക്കൂട്ടമുണ്ട്. അപ്പോൾ ആൾക്കൂട്ടം കാണുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ കാണുന്ന ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്, ഒരുമിച്ചിരുന്ന് ഇവർ പുകഞ്ഞ് തള്ളുകയാണ്. അപ്പോൾ അത് മാത്രമല്ല, അവിടെ ഈ ക്യാനിനകത്ത് ഒരുപാട് ഈ മൈസൂർ പാക്ക് പോലെയുള്ള സാധനങ്ങൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നീടാണ് എന്നോടൊരു സുഹൃത്ത് പറയുന്നത് ഈ സാധനങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഷുഗർ ക്രാവിംഗ് ഉണ്ട്, അപ്പോൾ ഈ മധുരം കഴിക്കാൻ വലിയ താല്പര്യമാണ്. അപ്പോൾ അതാണ് ഈ രാത്രി കടകളിൽ നിങ്ങൾ ഈ രാത്രി കടയിൽ ആരാ മൈസൂർ പാക്ക് വാങ്ങിക്കാൻ പോകുന്നത്? ശരിയാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരുപാട് മയക്കുമരുന്ന് കേസിൽ പിടിക്കുന്നുണ്ട്. നമ്മൾ വ്യക്തമായിട്ട് കാണും, ഇവിടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസുണ്ട്. പക്ഷേ ഒന്നും ആ സെല്ലേഴ്സിലല്ലാതെ അതിനപ്പുറമുള്ള ഒരു നെക്സസിലേക്ക് എത്തുന്നില്ല. അപ്പോൾ ചെറിയ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ കോവിഡ് വന്നു.
കോവിഡ് വന്നപ്പോൾ എന്തായിരുന്നു, സമ്പർക്ക ലിസ്റ്റ് ഉണ്ടാക്കുകയാണ് നമ്മൾ. അതായത് ഇപ്പം അയ്യൂബ് ഖാന് കോവിഡ് വന്നെങ്കിൽ അയ്യൂബ് ഖാൻ ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും ആ സമ്പർക്ക ലിസ്റ്റിലേക്ക് കൊണ്ടുവരികയാണ്, എന്നിട്ട് അതിൻ്റെ പ്രഭവ കേന്ദ്രത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. തീർച്ചയായിട്ടും. എന്തുകൊണ്ട് അങ്ങനെ ഒരു സമീപനം നമ്മുടെ മുമ്പിൽ വ്യക്തമായിട്ടുള്ള സമീപനത്തിലേക്കാണ് തീർച്ചയായിട്ടും പോകേണ്ടുന്നത്. പക്ഷേ കഴിഞ്ഞ 10 വർഷം ഈ സർക്കാർ പോയില്ല. ആ പോകാത്തതിൻ്റെ പിറകിൽ രാഷ്ട്രീയമായ കാരണമുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത്, ഞാനത് രാഷ്ട്രീയമായിട്ട് പറയുന്ന ഒരു ആരോപണം തന്നെയാണ്. എല്ലാ ഇടതുപക്ഷക്കാരും ഈ പറയുന്ന പോലെ അരാജകവാദികളാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷേ എല്ലാ അരാജകവാദികളും ഇടതുപക്ഷത്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് സംശയവും എനിക്ക് അതിനോട് യോജിപ്പില്ല. എന്താന്ന് പറഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ ഞാൻ അതിലേക്ക് വരാം ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ BJP-ക്കാരിലകത്ത് ഈ ലഹരി ഉപയോഗിക്കുന്നവരില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്, കോൺഗ്രസിനകത്തില്ലേ എന്ന് ചോദിച്ചാലും ഉണ്ട്, മുസ്ലിം ലീഗിനകത്തില്ലേ എന്ന് ചോദിച്ചാലും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്, 100% ഉണ്ട്. ഇല്ല എന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഞാൻ പറഞ്ഞ അരാജകവാദികളുടെ കാര്യത്തെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഈ അരാജകവാദികൾ കൂടുതലായിട്ട് സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ സാഹചര്യം ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 14-15 വയസ്സിൽ തന്നെ കുട്ടികൾ വഴിതെറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇവർ വല്ലാത്ത രീതിയിൽ വീട്ടുകാരെ ധിക്കരിക്കുന്നു. ഒരു കുടുംബത്തിൻ്റെ അകത്തുനിന്ന് ഇതിനെ മുഴുവൻ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് അവർ പുറത്തിറങ്ങി പോകാനും റെബലുകളാകാനും അവർ താല്പര്യം പ്രകടിപ്പിക്കുന്നു. ഇതിനെ കൂടുതലായിട്ട് എൻ്റർടൈൻ ചെയ്യുവാൻ വേണ്ടിയിട്ട് ഇത്തരം ലഹരികൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. കാരണം കുടുംബ ബന്ധങ്ങളെ തിരിച്ചറിയുന്നില്ല, വീട്ടുകാരെ തിരിച്ചറിയുന്നില്ല, ആ ഒരു കണക്റ്റ് അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഈ പുറത്തിറക്കുന്ന ആൾക്കാർ മുഴുവൻ ഒരു കാലഘട്ടം കഴിയുമ്പോൾ ജീവിതം നശിക്കുന്നു. അയ്യൂബ്ജി, താങ്കളൊരു കാര്യം ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും. ഈ വഴിയിൽ പുകഞ്ഞ് ജീവിതം നശിച്ച് നിൽക്കുന്ന ആരെടുത്ത് എന്ന് ചോദിച്ചാലും വിപ്ലവം പറയും. എന്തുകൊണ്ടാണ്? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നശിച്ചു പോയതൊന്നുമല്ല, നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളും വലിയ തലത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഭയങ്കര ബുദ്ധിജീവികളാണ് ഞങ്ങളെന്നുള്ള ഒരു കപട സാധനം എടുത്തിടുന്നതാണ്. കാരണം ഈ ഒരു കപടത കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഇത്തരം മറകൾ വലിയൊരു ഇപ്പം JNU പോലൊരു ക്യാമ്പസിനകത്ത് കോണ്ടം വെൻഡിങ് മെഷീൻ, അവിടെ ഒരു സമരം നടക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ടൈംസ് നൗവിൻ്റെ ഒരു ഇത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു പെൺകുട്ടി അവിടെ ഒരു മരത്തിൻ്റെ മൂട്ടിലിരുന്നിട്ട് ഈ പറയുന്ന ഏറ്റവും കാടോ എന്തോ എടുത്ത് വെച്ചിട്ടൊരു പൊടി വളരെ ഓപ്പണായിട്ട്. പക്ഷേ ഇത് ഈ ക്യാമ്പസിനകത്ത് സജീവമായിട്ട് നിൽക്കുകയാണെന്ന്. കേരളത്തിലെ പുതിയ ഭരണമാറ്റം വന്നു, പ്രതീക്ഷിക്കാത്ത ഒരാളാണ് മുഖ്യമന്ത്രിയായത്. പ്രതിപക്ഷ നേതാവായിരുന്നെങ്കിലും സ്വാഭാവികമായിട്ടും VD സതീശൻ ആയിരിക്കില്ല എന്നൊരു ഇംപ്രഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ജനകീയ പിന്തുണ, അദ്ദേഹത്തിൻ്റെ സമയം, അപ്പോൾ പുതിയ മുഖ്യമന്ത്രി പ്രവർത്തന ശൈലിയിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എങ്ങനെ നോക്കി കാണുന്നു? അല്ല, അത് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. കാരണം അതിന് ജനകീയ പിന്തുണ എന്നൊന്നുമല്ല, ലീഗിൻ്റെ പിന്തുണ എന്നുള്ളതാണ് നമ്മളതിനകത്ത് പറയുന്നത്. കാരണം ജമാഅത്തെ ഇസ്ലാമിയെ പോലൊരു പ്രസ്ഥാനത്തിനെ പോലും വൈറ്റ് വാഷ് ചെയ്ത് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് VD സതീശൻ കാണിച്ച ഒരു ബോൾഡ്നെസ് ഉണ്ട്. ആ ബോൾഡ്നെസ്സാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കിയത്. കാരണം അദ്ദേഹത്തിൻ്റെ പുറകിൽ അത്രയും ശക്തമായിട്ട് ലീഗ് ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ സമുദായങ്ങൾ നിന്നു എന്നുള്ളത്. അങ്ങനെ ലീഗ് വിചാരിച്ചാൽ മാത്രം കേരളത്തിൽ മുഖ്യമന്ത്രി ഉണ്ടാക്കാൻ കഴിയും? തീർച്ചയായിട്ടും സാധിക്കും. കാരണം ലീഗിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇത്രയും വലിയ ഭൂരിപക്ഷത്തിലേക്ക് കോൺഗ്രസിന് പോലും എത്താൻ വേണ്ടിയിട്ട് അത് നമ്മുടെ പൊതുസമൂഹത്തെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. കാരണം കേരളത്തിലെ 20%, 25% വരുന്ന 25% വരുന്ന മുസ്ലിങ്ങളിൽ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ എത്ര ശതമാനം വരും? അങ്ങനെ വരുമ്പോൾ നിങ്ങൾ കേരളത്തിലെ എത്ര ശതമാനം എന്നുള്ളത് മാത്രമല്ല, ഇതിനകത്ത് ഒരു കളക്റ്റീവ് മുസ്ലിം ഒരു എന്താ പറയുക, ഒരു കോൺഗ്രസിലെ ഒരു മേജർ വിഭാഗം മുസ്ലിങ്ങളുടെ വോട്ടുണ്ടെന്ന് അറിയാമോ? കോൺഗ്രസിലെ മുസ്ലിങ്ങളുടെ വോട്ട് 2021 കിട്ടിയില്ല, 2016 കിട്ടിയില്ല. പക്ഷേ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുകളിൽ കിട്ടുന്നുണ്ട്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ 2020 കിട്ടിയില്ല, 2015 കിട്ടിയില്ല. പക്ഷേ 2025 കിട്ടി, 2026 കിട്ടി. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലീഗ് എന്നുള്ളത് മാത്രമല്ല, ലീഗിനെ മുൻനിർത്തിക്കൊണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മുസ്ലിം വോട്ട് ബാങ്കിനകത്തേക്ക് വളരെ കൃത്യമായിട്ടും ഒരു എന്താ പറയുക, ഏകപക്ഷീയമായിട്ട് വോട്ടിങ്ങിലേക്ക് പോകണം. സ്ഥാനാർത്ഥി ആരായിക്കൊണ്ട് പോട്ടെ, അത് നിങ്ങൾ നോക്കേണ്ടുന്ന കാര്യമില്ല, അവർക്ക് വോട്ട് ചെയ്യാം. അതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയ സാഹചര്യമായിരുന്നില്ലേ. ഉദാഹരണത്തിന് ഇപ്പോൾ വെള്ളാപ്പള്ളിയെ പോലുള്ള ഒരു പ്രമുഖനായ നേതാവ്, പ്രത്യേകിച്ച് ഗുരുദേവ സംവിധാനങ്ങളുടെ തലപ്പത്തിരിക്കുന്ന ഒരാൾ ഗുരുദേവ വചനങ്ങൾക്ക് വിരുദ്ധമായി ചില പ്രസ്താവന നടത്തുന്നു. സ്വാഭാവികമായിട്ട് ഒരു സമുദായത്തെ ആക്ഷേപിച്ചുകൊണ്ട് ആ സമുദായത്തെ വേദനിപ്പിക്കുക സ്വാഭാവികമല്ല, ഏത് സമുദായത്തിന് സംഭവിക്കുന്നതല്ലേ. അപ്പോൾ അതിനെ വെള്ളപൂശാൻ മുഖ്യമന്ത്രി ശ്രമിച്ചിരുന്നു. അതിനെതിരെ കമാന്ന് ലക്ഷം അദ്ദേഹം ഉരുവാടിയിട്ടില്ല. കേരളം കണ്ടതാണത്. ആ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഏത് വിഭാഗത്തിനും ഉണ്ടാകുന്നൊരു വികാരത്തിനപ്പുറം ഒരു അജണ്ട സെറ്റ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ കഴിയുന്നു. അല്ല, അതിനകത്ത് അതൊരു വികാരം എന്നുള്ളത്, അതെന്തുകൊണ്ട് പിണറായി വിജയൻ അങ്ങനെ ഒരു ശൈലിയിലേക്ക് പോയി എന്നുള്ളതും വളരെ പ്രധാനമാണ്. കാരണം 2024 തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി പരിപൂർണമായും ഈ പറയുന്ന ന്യൂനപക്ഷ വോട്ടുകൾ തങ്ങളുടെ കൈവശം നിന്ന് പോയി എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇടതുപക്ഷത്തിന് മനസ്സിലായി. 2024 തെരഞ്ഞെടുപ്പ് മാത്രമല്ല, ഗവൺമെന്റിൻ്റെതായ ഒരു
ഒരു നയങ്ങളുടെ ഭാഗമായിട്ടായിരിക്കണമല്ലോ അങ്ങനെ പോകണം. അല്ല, അതാണ് ഞാൻ പറയാം. ഇപ്പോൾ 2024 തെരഞ്ഞെടുപ്പ് മാത്രമല്ല, അതിനുശേഷം നടന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. നിലമ്പൂർ കഴിഞ്ഞ 2016 2021 LDF ജയിച്ചതാണ്. പക്ഷേ അവിടെ വലിയ ഭൂരിപക്ഷത്തിലാണ് UDF തിരിച്ച് ജയിച്ച് കയറി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ കംപ്ലീറ്റ്ലി കയ്യിൽ നിന്ന് പോയി എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് പിണറായി വിജയന് മനസ്സിലായി കഴിഞ്ഞതിന് ശേഷം പിണറായി വിജയൻ എങ്ങനെയെങ്കിലും ഇതിനെ ഒന്ന് വോട്ട് ബാങ്കിനെ പിടിച്ചു നിർത്തണം. അതിനുവേണ്ടി പിണറായി വിജയൻ കൊണ്ടുവന്ന 2 ഗിമ്മിക്കുകളായിരുന്നു. ഒന്ന് അയ്യപ്പ സംഘം, അത് തിരിഞ്ഞുകുത്തി. 2 ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന എത്ര രൂക്ഷമായിട്ട് അദ്ദേഹം സംസാരിച്ചിട്ട് പോലും വെള്ളാപ്പള്ളി നടേശനെതിരായിട്ട് വലിയ ഒരു നടപടിയിലേക്കോ അല്ലെങ്കിൽ ഒരു സ്കാത്തിങ് അറ്റാക്ക് എന്ന് പറയുന്ന ഒരു സ്ഥാനത്തിലേക്ക് പ്രസ്താവനകൾ കൊണ്ടുപോലും പിണറായി വിജയൻ പോയില്ല എന്നുള്ളത്. UDF കിട്ടിയ ഈ ഹ്യൂജ് വിക്ടറി എന്ന് പറയുന്നത് ഒരു മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് കേന്ദ്രീകൃതം മാത്രമല്ല. ശബരിമല വിഷയമായിട്ട് ബന്ധപ്പെട്ട് കേരളീയത്തിലെ പൊതുസമൂഹത്തിനകത്തുണ്ടായ അത് ജാതിമത ഇതുങ്ങൾക്ക് അതീതമായി ജനവിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടായ ഒരു വലിയ അസ്വസ്ഥതയുണ്ട്. ശബരിമല പോലെ കേരളത്തിൻ്റെ ഐക്കണായിട്ടുള്ള ഒരു സംവിധാനത്തിന് നേരെ പോലും ഒരു ഭരണകൂടത്തിൻ്റെ ഒത്താശയോടുകൂടി എന്തൊക്കെ നടക്കുന്നു എന്നുള്ള ഇംപ്രഷൻ എന്ന് പറയുന്നത് അതൊരു ഹൈന്ദവ സമൂഹത്തിലേക്ക് മാത്രം ഒതുങ്ങുന്ന കാര്യമല്ല. സ്വാഭാവികമായിട്ട് അത് കേരളത്തിലെ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന മുഴുവൻ ആളുകളെയും വേദനിപ്പിക്കുന്ന കാര്യമാണ്. അതിൻ്റെ ഒരു വലിയ ഇമ്പാക്റ്റ് അതിൽ ഹൈന്ദവ സമൂഹം ഉൾപ്പെടെ വലിയൊരു ഇമ്പാക്റ്റാണ് യഥാർത്ഥത്തിൽ UDF ഇത്രയും മികച്ച വിജയം സമ്മാനിച്ചിട്ടുള്ളൊരു വാദാർത്ഥം. അല്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം 2024 നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഈ പറയുന്ന ശബരിമല വിഷയം ഉയർന്നു വന്നിട്ടില്ല. അതിന് മുമ്പ് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും ഈ പറയുന്ന ശബരിമല വിഷയം ഉയർന്നു വന്നിട്ടില്ല. അത് പഴയ സാഹചര്യം ഇന്നത്തെ സാഹചര്യം ഒരുപാട് വ്യത്യാസമുണ്ട്. AK ആന്റണി രാഷ്ട്രീയം നിർത്തിയിട്ട് തന്നെ 20 വർഷം. 2021 ശേഷം ഇങ്ങോട്ടേക്ക് UDFിലേക്ക് ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. 2021 വരെയും അത് പിണറായി വിജയൻ്റെ കൂട്ടത്തിലായിരുന്നു നിന്നിരുന്നത്. പക്ഷേ അതിനുശേഷം അത് അവിടെ നിന്ന് മാറുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ആ കാണുന്നതോടുകൂടി ആ കാര്യം നമ്മളെക്കാൾ കൂടുതൽ കണ്ടയാളാണ് പിണറായി വിജയൻ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പലപ്പോഴും ഇപ്പോൾ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJPക്ക് 20% വോട്ട് വന്നു. അതിൻ്റെ ഏറ്റവും വലിയ പിണറായിയുടെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസം എന്ന് പറയുന്നത് BJP വളരുമ്പോൾ അത് കോൺഗ്രസിനെ ക്ഷയിപ്പിക്കുമെന്നുള്ളതായിരുന്നു പിണറായി വിജയന്റെ വിശ്വാസം. 2021 വരെ നിന്നു. പക്ഷെ 2024 വന്നപ്പോൾ ആ BJPയുടെ വളർച്ച CPMനെ കയറി പിടിക്കാൻ തുടങ്ങി. CPMന്റെ വോട്ട് ബാങ്ക് തന്നെയായിരിക്കണം BJPക്ക് വളരാനുള്ള സാഹചര്യം. അല്ലാതെ BJP ഇപ്പോൾ CPMന്റെ വോട്ട് ബാങ്കാണോ കോൺഗ്രസിന്റെ വോട്ട് ബാങ്കാണോ എന്നുള്ളതല്ല. BJP ഒരു രാഷ്ട്രീയം പറയുന്നുണ്ട്. ആ രാഷ്ട്രീയത്തിനൊപ്പം വരാൻ വേണ്ടിയിട്ട് ജനങ്ങൾ തയ്യാറാകുന്നുണ്ട് എന്നുള്ളതാണ് BJPയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം 2024 പ്രത്യേകിച്ച് ആലപ്പുഴ പോലെയുള്ള മണ്ഡലങ്ങളിൽ BJP ഇത്രയും വോട്ട് പിടിച്ചു വരുന്നു. ആറ്റിങ്ങൽ പാർലമെന്റിൽ പരമ്പരാഗത ഇടത് കോട്ടകളാണ്. ആ ഇടത് കോട്ടകൾക്കകത്ത് ഇടതുപക്ഷത്തിനെ കില്ല് ചെയ്തുകൊണ്ട് BJP വളരുന്നതെന്ന് മനസ്സിലായപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് തങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന വോട്ട് ബാങ്ക് നഷ്ടപ്പെടുന്നു. അപ്പോൾ ആ വോട്ട് ബാങ്കിനെ പിടിക്കാൻ വേണ്ടി പോയി ഇദ്ദേഹം ചെയ്ത പണി എന്താണ്? ഇദ്ദേഹം വയനാട് ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് അവിടെ പോർക്ക് ഫെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് പോയി. ബീഫ് ഫെസ്റ്റ് നടത്തുന്നത് പോലെയല്ല പോർക്ക് ഫെസ്റ്റ് നടത്തുന്നത് എന്നുള്ള കാര്യം പിണറായി വിജയൻ ഇപ്പോൾ മനസ്സിലായി. 2015 നാടൊട്ടൊക്കെ ബീഫ് ഫെസ്റ്റ് നടത്തി. എന്തിനാണ്? ഞങ്ങളാണ് വലിയ മുസ്ലിം സംരക്ഷകർ എന്ന് പറഞ്ഞൊരു അല്ല, ബീഫ് മുസ്ലിങ്ങൾ തമ്മിലെന്നുള്ളതല്ല, RSSനെ എതിർക്കാൻ ഞങ്ങളാണ്, BJP എതിർക്കാൻ ഞങ്ങളാണ് എന്ന് പറയുന്ന ഒരു നറേറ്റീവാണ് പിണറായി വിജയൻ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി നോക്കിയത്. മഹാരാഷ്ട്രയിൽ അവിടുത്തെ ഒരു പ്രാദേശികമായിട്ടുണ്ടായ ഒരു ബീഫ് വിഷയവുമായി നിരോധന വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിനകത്ത് അങ്ങോളം ഇങ്ങോളം ഇവരിത് കുറേ കാലമായിട്ട് മുസ്ലിം വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് വലുതായിട്ട് സക്സസ് ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവർക്കത് സക്സസ് ആക്കാൻ വേണ്ടി അവർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നു. നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരാൾ നിങ്ങളെ പിടിച്ച് തിന്നാൻ വരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പകരം രക്ഷിക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന അതിശക്തനായിട്ടുള്ള നേതാവ് ഞങ്ങൾ ഇവിടെ BJPയുടെ ഒരു ലൂപ്പ് ഹോളില്ല. അതായത് മുസ്ലിങ്ങളെ കൂടെ നടത്തുന്ന ഒരു സമീപനം BJPയുടെ ഭാഗത്ത് എങ്ങനെ കണ്ടില്ല. ഞാനത് കംപ്ലീറ്റ് ചെയ്യട്ടെ. രാഷ്ട്രീയം എന്ന് പറയുന്നത് എപ്പോഴും എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും അവരുടെ സ്ട്രോങ് ഹോൾഡുകളുണ്ട്, സ്ട്രോങ് ഫോർട്ടുകളുണ്ട്. അതിൽ ഫോക്കസ് ചെയ്ത് പോകുമ്പോഴാണ് രാഷ്ട്രീയം എപ്പോഴും മുമ്പോട്ട് പോകുന്നത്. BJPയുടെ രാഷ്ട്രീയം വളരെ സീരിയസ് ആയി പറയുന്ന രാഷ്ട്രീയമാണ്. ഇപ്പോൾ ആർട്ടിക്കിൾ 370 എടുത്തോളൂ, അല്ലാന്നുണ്ടെങ്കിൽ അയോധ്യ വിഷയം എടുത്തോളൂ. BJP ആ വിഷയത്തിൽ ഉറച്ചു നിന്നിട്ടാണ് പോകുന്നത്. ഇവിടെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ CPMനെ സംബന്ധിച്ചിടത്തോളം അവർ കുറേ കാലം മുസ്ലിം പ്രീണനം എന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിലുള്ള ഗിമ്മിക്കുകളെല്ലാം കാണിച്ചുകൊണ്ട് നടന്നു. കുറച്ച് കഴിഞ്ഞ് അവർക്ക് മുസ്ലിം വോട്ട് UDFിലേക്ക് പോയി, ഹിന്ദു വോട്ടും കയ്യിൽ നിന്ന്. അപ്പോൾ ഹിന്ദു വോട്ടാണ് ഞങ്ങൾക്ക് ആദ്യം പിടിക്കേണ്ടത്. ഉടൻ തന്നെ അവർ സ്ട്രാറ്റജി ഇവർ ഇതിനെല്ലാം ഇടുന്ന
ഒരു പേരുണ്ട്, അടവ് നയം എന്ന് പറഞ്ഞിട്ട് ഇവരൊരു പേരും അങ്ങിടും, ഇതാണ് ഞങ്ങളുടെ നയം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം CPM-നെ ആത്യന്തികമായി വിശ്വസിക്കാൻ കൊള്ളാത്തൊരു പ്രസ്ഥാനമാണ് അവരൊരു ചിന്തയിലേക്ക് അവർ പോയി. അപ്പോൾ അവർക്ക് എല്ലാ കാലത്തും വിശ്വസിക്കാൻ കഴിയുന്ന ആരാണ്? ലീഗിനെയാണ്. ലീഗ് അപ്രമാദിത്വത്തോടു കൂടി നിൽക്കുന്ന ഒരു UDF സംവിധാനത്തിനെയാണ്, അല്ലെങ്കിൽ കോൺഗ്രസിനെയാണ് എല്ലാ കാലഘട്ടത്തിലും വിശ്വസിക്കാൻ കഴിയുന്നത് എന്നുള്ളൊരു ചിന്തയിലേക്ക് അവർ ആ ഒരു സംവിധാനമാണ് നമുക്ക് നല്ലത് എന്നുള്ള ചിന്തയിലേക്ക് അവർക്ക് പോയി. ഇത് പോയി എന്ന് മനസ്സിലായപ്പോൾ എന്ത് പറ്റി? ഹിന്ദു വോട്ട് തിരിച്ചു പിടിക്കണം. അപ്പം ഞങ്ങൾ ബി ഫെസ്റ്റ് മാത്രമല്ല കേട്ടോ, പോർ ഫെസ്റ്റ് നടത്തുന്ന ആൾക്കാരാണ് കേട്ടോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആര് പോയി? പിണറായി വിജയനും കൂട്ടരും പോയി. ഇത് രണ്ട് കൂട്ടർക്കിടയിലും വിശ്വാസം നഷ്ടപ്പെടുത്തും. ഇത് നമ്മുടെ കുഴപ്പമല്ല. ഇതാണ് കേരളത്തിൽ ഇത്തരം പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയൊക്കെ BJP-യും ഫൈറ്റിട്ടുള്ളതാണ്. ജമ്മു കാശ്മീരിൽ മെഹബൂബ മുഫ്തിയുമായിട്ട് ഭരണം നയിച്ചവരാണ്. അവിടെയാണ് പോയിന്റ് ഇരിക്കുന്നത്. BJP അത് ചെയ്യുമ്പോൾ BJP-യുടെ ഒരു നയവും അജണ്ടയുണ്ട്. എന്താണ്? ആർട്ടിക്കിൾ 370 എടുത്ത് കളയുക. കൃത്യമായിട്ട് ആ പോയിന്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് BJP അത് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഒരിക്കലും അല്ല, ഞാൻ പറയുന്നത് സ്ട്രാറ്റജി ഓക്കെയാണ്, പക്ഷെ അൾട്ടിമേറ്റ് ആയിട്ട് നിങ്ങൾ എന്താ നടപ്പിലാക്കാൻ പോകുന്നത് എന്നുള്ളതാണ് പ്രധാനം. BJP ഒരിക്കലും കോർ ഐഡിയോളജിയിൽ അവിടെ കോംപ്രമൈസ് ചെയ്യുന്നില്ല. കോർ ഐഡിയോളജി കോംപ്രമൈസ് ചെയ്യാതെയാണ് BJP ആക്കാൻ. ഇപ്പം മെഹബൂബ മുഫ്തി മാത്രമല്ല, അതിന് മുമ്പ് നാഷണൽ കോൺഫറൻസുമായിട്ട് BJP ഒരു അന്ധമായിട്ടുള്ളൊരു മുസ്ലിം വിരോധം, ഞാൻ സത്യസന്ധമായി പറയുന്നതാണ് കേട്ടോ, അന്ധമായിട്ടുള്ളൊരു മുസ്ലിം വിരോധം വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനം അല്ല BJP എന്ന് പറയുന്നത്. BJP-ക്കകത്ത് ഒരുപാട് മുസ്ലിം നേതാക്കൾ ഉണ്ടായിട്ടുണ്ട്. BJP-ക്ക് ഒരുപാട് മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർ സുപ്രധാന പദവികളിലേക്ക് വരുന്നുണ്ട്. BJP-ക്ക് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി നിർത്തി ജയിപ്പിക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. കേരളത്തിലെ ഒരു സ്ട്രാറ്റജി മാറ്റി പിടിച്ചാൽ കുറച്ചുകൂടെ മുസ്ലിങ്ങളെ അടുപ്പിച്ച്, ഈ ക്രിസ്തീയ സഭകളുമായിട്ട് അടുത്ത് നിൽക്കാൻ ശ്രമിക്കുന്നതിന് മുസ്ലിങ്ങളെ കൂടെ അടുപ്പിച്ച് നിർത്തിയാൽ BJP-യുടെ വളർച്ച ഉണ്ടാകും എന്നുള്ള ധാരണ ഉള്ള ആളാണ് ഞാൻ വ്യക്തിപരമായിട്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചിന്തിക്കുന്നുണ്ടോ? അല്ല, BJP-യെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം പറയണം. അല്ല, ഇപ്പൊ അബ്ദുള്ളക്കുട്ടിയെ പോലുള്ള ആൾക്കാർ വരുന്നുണ്ട്. അവർക്ക് സുപ്രധാനമായ വ്യക്തികളിലൂടെയല്ലേ നമുക്ക് ഇതിലേക്ക് കടന്നു പോകാൻ സാധിക്കുള്ളൂ. തീർച്ചയായിട്ടും നമുക്ക് ആരോട് അന്ധമായിട്ടുള്ള വിരോധമൊന്നുമില്ല. ഇപ്പൊ ക്രിസ്തീയ സഭകളുമായിട്ട് പോകുന്ന സമയത്തും ഇപ്പൊ വ്യക്തിപരമായിട്ട് ഞാൻ പറയുന്നതാണ്, നമുക്കൊരു നയമുണ്ട്. ആ നയം എന്ന് പറയുന്നത് ക്രിസ്തീയ സഭകളുമായിട്ട് നമ്മൾ അഭിപ്രായ വ്യത്യാസമുള്ള എവിടെയാണ്? അത് മതപരിവർത്തന വിഷയങ്ങളിലാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. തീർച്ചയായിട്ടും പറഞ്ഞുകൊണ്ട് അവരോട് ഡീൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമുക്കവിടെ കള്ളത്തരം വരുന്നില്ല. മുസ്ലിം കമ്മ്യൂണിറ്റിയായിട്ട് അല്ലെങ്കിൽ മുസ്ലിം സമുദായ നേതാക്കളുമായിട്ട് ചർച്ച ചെയ്യുന്ന സമയത്ത് എവിടെയാണ് അഭിപ്രായ വ്യത്യാസമുള്ളതെന്ന് പറയുക, പറഞ്ഞുകൊണ്ട് അവരുമായിട്ട് സഹകരിക്കുക. തീർച്ചയായിട്ടും അങ്ങനെ ഒരു രാഷ്ട്രീയമാണ് വേണ്ടതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അപ്പം നമുക്ക് ആരോടും നോക്കി സംസാരിക്കാൻ സാധിക്കും. ഞങ്ങളത് പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ അതിനകത്ത് ഹാൻഡിൽ ചെയ്തത്. ഞങ്ങൾ ആരെ ഉപദ്രവിക്കുക. BJP-ക്ക് വരും കാലത്ത് വലിയ രാഷ്ട്രീയ സാധ്യത ഉള്ള മേഖലയാണ് കേരളം. തീർച്ചയായും നിങ്ങളത് പിടിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു പറയുന്നത്. താങ്കൾക്ക് അത് കഴിയട്ടെ. വലിയ നേതൃത്വത്തിലേക്ക് വരുന്ന താങ്കൾ സാധിക്കില്ലെന്ന് ആശംസിക്കുന്നു. ഓക്കെ, നമസ്കാരം.